ഗുഡ് മോർണിംഗ്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനം നേരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് ഡിസംബർ 9 മൺഡേയുടെ എനർജിയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾക്കെല്ലാ നന്മകളും നേരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പായൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജീസ് എന്താണ്. മൺഡേ ഡിസംബർ 9 പായൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ എനർജീസ് എന്താണ്. താങ്ക് യു. പായൽ നമ്പർ 1. ഏസ് ഓഫ് കപ്സ് ആണ്. ഒത്തിരി സ്നേഹം, ഒത്തിരി കമ്പാഷൻ, ഒത്തിരി ഫൺ എനർജി കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എനർജി, കുറച്ചും കൂടെ യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള ആ ഒരു ഊർജം കുറച്ച് പേർക്ക് ഇന്ന് അവൈലബിൾ ആണ്. ക്യൂൻ ഓഫ് സോഡ്സിൻ്റെ എനർജി. കുറച്ച് പേർക്ക് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് എഗെയിൻ നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ, വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ എനർജിയാണ്. കുറച്ച് പേര് ഇന്ന് കുറേ കൂടെ യൂണിവേഴ്സിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ചിട്ട് ലേൺ ചെയ്യുന്നതായിട്ട്, പഠിക്കുന്നതായിട്ട്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്യൂൻ ഓഫ് സോഡ്സിൽ ഒത്തിരി സ്ട്രോങ് ആയിട്ടുള്ള ഒത്തിരി വിൽ പവറിൻ്റെ എനർജിയും കാണുന്നുണ്ട്. ഒറ്റയ്ക്ക് തൻ്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആത്മധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു എനർജിയും ഈ ഒരു ദിവസം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒത്തിരി കമ്മ്യൂണിക്കേഷൻ്റെ എനർജി കാണുന്നുണ്ട്, എനർജി എക്സ്ചേഞ്ച് കാണുന്നുണ്ട്. ഓക്കെ, എഗെയിൻ ക്യൂൺ ആണ് വന്നിരിക്കുന്നത്. ക്യൂൺ ഓഫ് കപ്സിൻ്റെ എനർജി. ഇവിടെ നമുക്കൊരു ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. ഒത്തിരി പീസ്ഫുള്ളായിട്ട് ഇന്നത്തെ ദിവസം മൂവ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ പ്രശ്നങ്ങളെ കുറച്ചും കൂടെ സമാധാനപരമായിട്ട്, അല്ലെങ്കിൽ തൻ്റെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഗട്ട് ഫീലിംഗ് എന്താണോ പറയുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള എനർജി ഇന്ന് അവൈലബിൾ ആണ്. കുറച്ച് പേർക്ക് ഒത്തിരി ഇൻറ്റ്യൂട്ടീവ് ഗൈഡൻസ് ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആയിട്ടിരിക്കുന്ന സമയമാണ്. ഒത്തിരി ഹീലിംഗ് എനർജി, ഒത്തിരി ഹീലിംഗ് വർക്ക് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടും ഒത്തിരി ഹാപ്പിനെസ്, ഒത്തിരി ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിൽ ഇന്നത്തെ ദിവസം വരുന്നതാണ്. ബാക്കിൽ 3 ഓഫ് സോഡ്സ് ആണ്. കുറച്ച് പേർക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ വിഷമം, എന്തെങ്കിലും ഒരു ടൈറ്റ് എനർജി, സ്റ്റക്കായിട്ട് നിൽക്കുന്ന എനർജി നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അതും കുറച്ച് പേർക്ക് ഹീൽ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം. ഇത് ചിലപ്പോൾ നിങ്ങളുടെ എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ആ ഒരു ഹീലിംഗ് എനർജി പകരാനായിട്ട് ഇങ്ങനെ വിഷമിക്കുന്ന, സങ്കടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു സപ്പോർട്ടായിട്ട്, ഒരു ഗൈഡൻസ് ആയിട്ട് നിങ്ങൾ നിൽക്കുന്നതായിട്ടും ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ചേഞ്ചസ് വരുന്നുണ്ടാകാം. എന്തെങ്കിലുമൊക്കെ ഷിഫ്റ്റ്, മാറ്റങ്ങൾ അത് നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഡെവിലിൻ്റെ എനർജി. ക്യൂൻ ഓഫ് വാൻഡ്സിൻ്റെ എനർജി. കുറച്ച് പേർക്ക് ഒത്തിരി പാഷനും കാണുന്നുണ്ട്. അതായത് താൻ വിചാരിക്കുന്ന കാര്യങ്ങൾ, എഗെയിൻ സെയിം എനർജി തന്നെയാണ്, മാനിഫെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു പാഷൻ, ആ ഒരു ഡിറ്റർമിനേഷൻ, ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ടാകാം. ഒത്തിരി പേർക്ക് ഇവിടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള 3D റിയാലിറ്റി ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് വരുന്നതായിട്ടും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി പാഷനേറ്റ് ആയിട്ട് നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു എനർജിയും ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇന്നത്തെ ഗൈഡൻസ് എന്താണ്. പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ ഗൈഡൻസ് എന്താണ്. ഏസ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. പേജ് ഓഫ് കപ്സിൻ്റെ എനർജി. മനസ്സിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് പേടിക്കാതിരിക്കുക. എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും എനർജീസ് വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനായിട്ടുണ്ടാകാം, ഇമെയിൽ അയക്കാനായിട്ടുണ്ടാകാം, എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ, എന്തെങ്കിലുമൊക്കെ തൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ പേടിക്കാതിരിക്കുക. ഓക്കെ, അത് നിങ്ങളെ ഇന്നത്തെ ദിവസം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് പേർക്ക് ഇവിടെ യൂണിവേഴ്സിൽ നിന്നിട്ട് ഒത്തിരി സപ്പോർട്ട് ലഭിക്കുന്നതാണ്, ഒത്തിരി ഹീലിംഗ് എനർജി ലഭിക്കുന്നതാണ്.
അത് നന്നായിട്ട് നിങ്ങൾ ചാനൽ ചെയ്യാനായിട്ട്, നിങ്ങളുടെ ഗ്രോത്തിന്, നിങ്ങളുടെ ഹീലിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ടും ശ്രമിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. അപ്പോൾ ഓവറോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് ലൈറ്റ്, നിങ്ങളുടെ പ്രകാശം നിങ്ങൾ മനസ്സിലാക്കാനായിട്ട്, അത് മറ്റുള്ളവർക്ക് പകരാനായിട്ടും ശ്രമിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ മൺഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പായൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം മൺഡേ എനർജി എന്താണ്. ഡിസംബർ 9 പായൽ നമ്പർ 2യുടെ എനർജീസ് എന്താണ്. പായൽ നമ്പർ 2, 4 of Swords ൻ്റെ എനർജി, 3 of Cups ൻ്റെ എനർജി, മജിഷ്യൻ്റെ എനർജി. കുറച്ച് പേർക്ക് ഫാമിലിയുടെ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഒത്തിരി സപ്പോർട്ട് ഉണ്ടാകുന്നതായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, കൊളീഗ്സായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളിൽ കൂടെ നിങ്ങൾ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ കുറച്ചൊരു ഹീലിംഗ് കൊണ്ടുവരാനായിട്ട്, ആ ഒരു എനർജിയിൽ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. അപ്പോൾ ഒത്തിരി ഹാർട്ട് സ്പേസിൽ ഒത്തിരി ഹീലിംഗ് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഹോമായിട്ട്, നിങ്ങളുടെ വീടായിട്ട് കുറച്ചും കൂടെ കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ടിരിക്കുക, എന്തെങ്കിലുമൊക്കെ സെലിബ്രേഷൻ, എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ടാകാം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് പേര് പ്രിപ്പയർ ചെയ്യുന്ന ഒരു എനർജിയും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മജിഷ്യനിലും വന്നിട്ട് ഒത്തിരി യൂണിവേഴ്സിൻ്റെ എനർജിയാണ്. എന്തെങ്കിലുമൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു എനർജിയിൽ ഇരിക്കുന്നതായിട്ടും കുറച്ച് പേർക്ക് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്കിത് സ്പിരിച്വാലിറ്റിയാണ്, ആത്മീയമായിട്ടുള്ള എനർജിയാണ്. കുറച്ചും കൂടെ ആത്മീയമായിട്ട് കണക്ട് ചെയ്യാനായിട്ട്, ആ ഒരു സ്പേസിലിരിക്കാനായിട്ടും കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. കിങ് ഓഫ് പെൻറ്റക്കിൾസ്, 2 of Pentacles. കുറച്ച് പേർക്ക് ഇവിടെ മണി, ഫിനാൻസ് അത് കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഫാദറിൻ്റെ സപ്പോർട്ടായിരിക്കാം, ഫിനാൻഷ്യൽ സപ്പോർട്ട് കുറച്ച് പേർക്ക് ലഭിക്കുന്നുണ്ടാകാം. കുറച്ച് പേരുടെ റൂട്ട് ചക്ര ഇവിടെ ബാലൻസിലോട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് തൻ്റെ എനർജിയിൽ കുറച്ചും കൂടെ സേഫായിട്ട്, സെക്യൂറായിട്ട് ഫീൽ ചെയ്യുന്ന ആ ഒരു സ്റ്റേറ്റാണ്. ഞാൻ സുരക്ഷിതയാണ് അല്ലെങ്കിൽ സുരക്ഷിതനാണ്, അല്ലെങ്കിൽ എൻ്റെ ഫിനാൻഷ്യൽ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ആ ഒരു പോസിറ്റീവ് എനർജിയിലിരിക്കാനായിട്ടും കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് അറിവാണ്, ജ്ഞാനത്തിൻ്റെ എനർജിയാണ്. ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി അറിവ് നേടാനായിട്ടുള്ള ആ ഒരു അബണ്ടൻറ്റ് എനർജിയിലിരിക്കാനായിട്ടും കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. അപ്പോൾ ഒത്തിരി സ്പിരിച്വൽ എനർജി, കുറച്ച് പേർക്ക് കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യുക, മനസ്സിലാക്കുക, ആ ഒരു എനർജിയും ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് റിലേഷൻഷിപ്പിലാണ്, വ്യക്തിബന്ധങ്ങളിൽ ഒരു സ്റ്റേബിളായിട്ടുള്ള എനർജി, ഒത്തിരി പാഷനേറ്റ് ആയിട്ടുള്ള എനർജി, ഓക്കെ, ആ ഒരു കമ്മിറ്റ്മെൻറ്റ് അതെല്ലാം കുറച്ച് പേർക്ക് ലഭിക്കുന്നതായിട്ടും ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്താ നോക്കാം. പായൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ അഡ്വൈസ് എന്താണ്. 8 of Pentacles, ജസ്റ്റിസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇവിടെ 5 of Pentaclesഉം കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ കരിയറിൽ, നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ടിരിക്കാനായിട്ട്, ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു അഡ്വൈസ് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ കരിയറിനെ കുറിച്ചിട്ടൊന്ന് റീതിങ്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് തനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങളാണോ താൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്, താൻ ചെയ്യുന്ന ജോലി തൻ്റെ കരിയറായിട്ട് താൻ എത്രത്തോളം കണക്റ്റഡ് ആയിട്ടിരിക്കുന്നുണ്ട്, ചെയ്യുന്ന കാര്യങ്ങൾ എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു ലാക്ക് മെൻറ്റാലിറ്റി, എന്ത് ചെയ്യുമ്പോഴും ഒത്തിരി കഷ്ടപ്പാട്, ഒത്തിരി സ്ട്രഗിളിൽ കൂടെ പോയിട്ടാണോ നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ച് പേർക്ക് കരിയർ ചേഞ്ചിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ അതിനെക്കുറിച്ചിട്ട് പഠിക്കാനായിട്ട്, ലേൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ജസ്റ്റിസ് വന്നിട്ട് നീതിബോധമാണ്. നിങ്ങളുടെ നീതിബോധം നിങ്ങളോട് എന്താണ് പറയാനായിട്ട് ശ്രമിക്കുന്നത് ഇന്നത്തെ ദിവസം, അതും കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ മൺഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.